മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയേക ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ കന്യകാ മാതാവ് നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. രക്ഷകന്റെ ആദ്യത്തെ ആഗമനം പോലെ തന്നെയായിരിക്കും അവിടുത്തെ രണ്ടാമത്തെ ആഗമനവും. എന്ന് വച്ചാൽ രക്ഷകന്റെ ആദ്യത്തെ ആഗമനത്തിൻ്റെ സമയത്ത് ലോകം എത്രമാത്രം അന്ധകാരത്തിൽ ആണ്ടുപോയോ അതുപോലെ തന്നെയായിരിക്കും അവിടുത്തെ രണ്ടാമത്തെ ആഗമനത്തിൻ്റെ സമയത്ത് ലോകത്തിൻ്റെ അവസ്ഥയുമെന്ന്. ആദ്യത്തെ ആഗമനത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവം മോശയോട് ഇപ്രകാരം അരുളി ചെയ്തു. നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം 18-ാം വാക്യം ഇപ്രകാരം പറയുന്നു: അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെ പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്കു വേണ്ടി അയക്കും. എൻ്റെ വാക്കുകൾ ഞാൻ അവൻ്റെ നാവിൽ നിക്ഷേപിക്കും. ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും. എൻ്റെ നാമത്തിൽ അവൻ പറയുന്ന എൻ്റെ വാക്കുകൾ ശ്രവിക്കാത്തവരോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും. ഇത് വരാൻ പോകുന്ന രക്ഷകനെ കുറിച്ചായിരുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായ ഏകലോക രക്ഷകനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന ഭാഗമാണിത്. വീണ്ടും സംഖ്യാപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. 24-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരുമെന്ന്. പ്രിയപ്പെട്ടവരെ, അന്നു മുതൽ ഇസ്രായേൽ ജനത നൂറ്റാണ്ടുകളായി ഈ രക്ഷകനെ കാത്തിരിക്കുകയായിരുന്നു. എത്രയോ രാജാക്കന്മാരും റാണിമാരും പ്രവാചകന്മാരും പുരോഹിതന്മാരും വിശുദ്ധരുമായിട്ടുള്ള ജനതകൾ, വിശ്വാസികളായിരുന്ന ജനതകൾ ഈ രക്ഷകനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കാത്തിരുന്നു. ഇസ്രായേൽ യുവതികൾ ആ രക്ഷകന്റെ അമ്മയായി മാറുന്നതിന് വേണ്ടി, അമ്മയായി തിരഞ്ഞെടുക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടി തങ്ങളെ തന്നെ ഉപവസിച്ചും തപസ്സനുഷ്ഠിച്ചും പുണ്യകർമ്മങ്ങളിലൂടെ വിശുദ്ധമായ ജീവിതം തള്ളി നീക്കി. എന്നാൽ നൂറ്റാണ്ടുകൾ പിന്നിട്ടു പോയി. അവർക്കൊന്നും അതിനുള്ള ഭാഗ്യം ലഭിച്ചില്ല. ഓരോ വർഷവും, ഓരോ നൂറ്റാണ്ടുകളും, ഓരോ സഹസ്രാബ്ദങ്ങളും കഴിഞ്ഞു പോകുന്നതനുസരിച്ച് ജനതകളുടെ വിശ്വാസത്തിന് കുറവ് വന്നു. തിന്മ എല്ലായിടത്തും വ്യാപിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ നമുക്കറിയാം, തിരുവചനം പറയുന്നു, ദൈവത്തിന് ഒരു ദിവസം 1000 വർഷം പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ്. ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്. അവിടുത്തെ സമയമായപ്പോൾ ഈ ഭൂമിയിലേക്ക് അവിടുന്ന് രക്ഷകനെ അയച്ചു. ആ രക്ഷകന്റെ വരവിന് മുന്നോടിയായി ആകാശത്ത് ഒരു പുതിയ നക്ഷത്രം ഉദിച്ചു. അതേ സംഖ്യാപുസ്തകത്തിൽ നാം വായിച്ചതുപോലെ യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ നക്ഷത്രം ഒന്ന് കാണുവാൻ, അല്ലെങ്കിൽ ദൈവത്തിലേക്ക്, ഉയരങ്ങളിലേക്ക്, ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ ഭൂരിഭാഗം ജനതയ്ക്കും സമയമുണ്ടായിരുന്നില്ല. ലോകത്തിൻ്റെതായ എല്ലാ തിന്മകളിലും മുഴുകി അവർ ജീവിച്ചു.
അന്നത്തെ അവസ്ഥയെപ്പറ്റി ഒന്ന് നോക്കുക പ്രിയപ്പെട്ടവരെ. 3 ജ്ഞാനികൾ വിജാതീയരായിരുന്നിട്ടും രാജാക്കന്മാരായിരുന്നിട്ടും ബുദ്ധിമാന്മാരായിട്ടും അവർ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ, അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ പൊടിയുടെ പൊടിയാക്കി മാറ്റി. അതെ, അങ്ങേയറ്റം എളിമപ്പെട്ടപ്പോൾ, അങ്ങേയറ്റം ആശ്രയിച്ചപ്പോൾ അവർക്ക് ദൈവം മനസ്സിലാക്കി കൊടുത്തു ആ നക്ഷത്രത്തിൻ്റെ അർത്ഥവും ആ നക്ഷത്രത്തിൻ്റെ പ്രാധാന്യവും. മാത്രമല്ല, ആ നക്ഷത്രത്തെ അനുഗമിക്കുന്നതിന് അവരോട് ദൈവം ആവശ്യപ്പെട്ടു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് രക്ഷകനായ യേശുക്രിസ്തുവിനെ, യഹൂദരുടെ രാജാവായ യേശുക്രിസ്തുവിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മനുഷ്യൻ്റെ രൂപത്തിൽ എന്ന് ദൈവം അവരോട് പറഞ്ഞു. അവർ വിശ്വസിച്ചു. ഏറെയേറെ കഷ്ടപ്പാടുകളും ഏറെയേറെ ദുരിതങ്ങളും അനുഭവിച്ച് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവർ ജെറൂസലേമിലെത്തി. എന്നാൽ ജെറൂസലേമിലെത്തിയപ്പോൾ ആ നക്ഷത്രം അപ്രത്യക്ഷമായി. അവർ പരിഭ്രമിച്ചു. തങ്ങളുടേതായിട്ടുള്ള വല്ല കുറവുകൊണ്ടാണോ, തങ്ങളുടേതായിട്ടുള്ള വല്ല തെറ്റുകൊണ്ടാണോ ഞങ്ങൾക്ക് ഈ നക്ഷത്രം കാണാതെ പോയത്? അവർ അനുതപിച്ചു. അവർ തങ്ങളെ തന്നെ പരിശോധിച്ചു. തങ്ങളുടേതായ എന്തെങ്കിലും തെറ്റുകൾ കൊണ്ടാണോ ഈ നക്ഷത്രം ഞങ്ങൾക്ക് കാണാൻ സാധിക്കാത്തത്? അങ്ങനെ അവർക്കൊരു ബുദ്ധി തോന്നി. യഹൂദരുടെ രാജാവായി ജനിച്ച രക്ഷകനായ യേശുക്രിസ്തുവിനെ, മിശിഹായെ പറ്റി അറിയുന്നതിന് രാജാവിൻ്റെ പക്കൽ പോകുന്നതാണ് ഉത്തമെന്ന്. അന്ന് ഹെറോദോസ് രാജാവായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. ആ ഹെറോദോസ് രാജാവിൻ്റെ പക്കലേക്ക് അവർ എത്തിയപ്പോൾ യഹൂദരുടെ രാജാവ് എവിടെയാണ് ജനിച്ചിരിക്കുന്നത് എന്ന് ഹെറോദോസിനോട് ചോദിച്ചപ്പോൾ വചനം പറയുകയാണ്, ഹെറോദോസ് മാത്രമല്ല, ജെറൂസലേം മുഴുവനും അങ്ങേയറ്റം ഭയപ്പെടുകയും പരിഭ്രമിക്കുകയും ചെയ്തുവെന്ന്. എന്താണ് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഇത്രയും വലിയ മാലാഖമാർ ഇടയന്മാരോട് പറഞ്ഞതുപോലെ ലോകം മുഴുവനും വേണ്ടിയുള്ള സദ്വാർത്ത, ഈ സദ്വാർത്ത കേട്ടപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഹെറോദോസ് രാജാവും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും അതുപോലെ ജെറൂസലേം മുഴുവൻ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? നിറഞ്ഞ സന്തോഷത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ഓ സമയം പൂർത്തിയായിരിക്കുന്നു, പ്രവാചകന്മാരിലൂടെ നൂറ്റാണ്ടുകളിലൂടെ ആവർത്തിച്ച് നൽകിയ പ്രവചനം ഇതാ പൂർത്തിയായിരിക്കുന്നു, തങ്ങളെയും സകല മനുഷ്യജാതികളെയും രക്ഷയ്ക്കായിട്ട് ദൈവമയച്ച രക്ഷകനിതാ ജനിച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞ് അവർ അങ്ങേയറ്റം സന്തോഷിക്കുകയും അവർ ആ രക്ഷകന്റെ പക്കൽ പോയി കുമ്പിട്ട് ആരാധിക്കുകയും ആയിരുന്നു ചെയ്യേണ്ടത്. എന്നാൽ തിരുവചനത്തിൽ പറയുകയാണ്, അവർ അങ്ങേയറ്റം പരിഭ്രമിച്ചു, അവർ അങ്ങേയറ്റം ഭയപ്പെട്ടു. എന്താണ് പ്രിയപ്പെട്ടവരെ ഭയത്തിൻ്റെ കാരണം? പരിഭ്രമിക്കാനുള്ള കാരണം എന്താണ്? തങ്ങളുടേതായ പാപം. തങ്ങളുടേതായ പാപമാണ് ഈ ഭയത്തിൻ്റെ കാരണം. അവർ അന്വേഷിച്ചു, വചനം എന്താണ് പറയുന്നത് എന്ന് അവർ പരിശോധിച്ചു. അവർക്ക് മനസ്സിലായി, യൂദായിലെ ബത്ലഹേമിലാണ് രക്ഷകൻ ജനിക്കേണ്ടതെന്ന് അവർ കണ്ടെത്തി. ഒരിക്കൽ കൂടെ സ്ഥിരീകരിക്കുകയായിരുന്നു അത്. അതെ, സ്ഥിരീകരിക്കപ്പെട്ടപ്പോഴും എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അവർക്ക് വിശ്വസിക്കാൻ സാധിക്കാതെ പോയത്? എത്രയോ നൂറ്റാണ്ടുകളായി പൂർവികരും രാജാക്കന്മാരും റാണിമാരും പ്രവാചകന്മാരും
എത്രയോ പേർ അങ്ങേറ്റം ആഗ്രഹിച്ചിരുന്ന ആ കാര്യം ഈ നൂറ്റാണ്ടില്, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഇവർക്കതിനുള്ള സൗഭാഗ്യം ലഭിച്ചപ്പോൾ ആ രക്ഷകനെ ഒന്ന് കാണേണ്ടതിന് പകരം എന്താണ് അവർ കരുക്കൾ നീക്കിയത്? രാജാവ് ഈ രാജാക്കന്മാരെ വിളിച്ചു പറഞ്ഞു, രഹസ്യത്തിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പോയി അന്വേഷിക്കുക. നിങ്ങൾ പോയി അന്വേഷിച്ച ശേഷം എന്നെ വന്ന് വിവരമറിയിക്കുക. അങ്ങനെ ഞാനും പോയി ആ രക്ഷകനെ ആരാധിക്കും. തികച്ചും വഞ്ചനാപരമായിരുന്നു ആ രാജാവിൻ്റെ ലക്ഷ്യം. കപടതയിലും തിന്മയിലും നിറഞ്ഞ ഒരു രാജാവായിരുന്നു ഹെറോദോസ്. ഒരുപക്ഷെ നീറോ കഴിഞ്ഞാൽ ഏറ്റവും ക്രൂരനായ ഒരു രാജാവായിരുന്നു ഹെറോദോസ്. തൻ്റെ 2 പുത്രന്മാരെ വധിക്കുകയും ഭാര്യയെ വധിക്കുകയും നിസാര കാര്യത്തിൻ്റെ പേരിലും അനേകരെ വധിക്കുകയും ചെയ്ത ദുഷ്ടനായ രാജാവായിരുന്നു ഹെറോദോസ് രാജാവ്. നാം കാണുകയാണ്, ആ ജ്ഞാനികൾ വിശ്വസിച്ചുകൊണ്ട് അവരവിടുന്ന് പുറപ്പെട്ടു. ജെറൂസലേമിന് പുറത്ത് കിടന്നപ്പോൾ വീണ്ടും അവർക്ക് ആ നക്ഷത്രം കാണാൻ സാധിച്ചു. എന്തുകൊണ്ടാണ് ജെറൂസലേമിലേക്ക് വന്നപ്പോൾ അവർക്ക് നക്ഷത്രത്തെ കാണാതെ പോയത്? അത് അവരുടെ തെറ്റുകൊണ്ടായിരുന്നില്ല. എന്നാൽ ജെറൂസലേമിലെ ഒരാൾക്ക് പോലും, ജെറൂസലേമിൽ വസിച്ചിരുന്ന ഒരാൾക്ക് പോലും ആ നക്ഷത്രം കാണാനുള്ള യോഗ്യതയുണ്ടായിരുന്നില്ല. കാരണം അവരെല്ലാ തരത്തിലും പാപത്തിൽ മുഴുകി ജീവിച്ചവരായിരുന്നു. ആ ജെറൂസലേമിന് പുറത്ത് കടന്നപ്പോൾ അവർ നക്ഷത്രം കണ്ടു. അവർ അങ്ങേയറ്റം സന്തോഷിച്ചു. മാസങ്ങൾക്ക് മുമ്പ് അവർ തങ്ങളുടെ സ്ഥലത്ത് നിന്നും പുറപ്പെട്ടപ്പോൾ ഈ നക്ഷത്രമായിരുന്നു അവർക്ക് വഴികാട്ടിയായത്. അതേ, നമ്മുടെ ജീവിതത്തിലും പ്രിയപ്പെട്ടവരെ, മിശിഹായാണല്ലോ നമ്മുടെ വഴികാട്ടി. അവർ വിശ്വസിച്ചു. അങ്ങനെ വീണ്ടും പ്രിയപ്പെട്ടവരെ, ആ നക്ഷത്രം അവർക്ക് വഴികാട്ടിയായി. ആ നക്ഷത്രം എവിടെയാണോ വന്ന് നിന്നത് അവിടെ അവരെത്തിയപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചു രക്ഷകനായ യേശുക്രിസ്തുവിനെയും അമ്മയായ പരിശുദ്ധ കന്യകാമാതാവിനെയും വളർത്തുപിതാവായ വിശുദ്ധ ഔസേപ്പിതാവിനെയും. അവർ സാഷ്ടാംഗം പ്രണമിച്ച് ആരാധിച്ചു, നമിച്ചു. കൊണ്ടുവന്ന സമ്മാനങ്ങൾ കൈമാറി. എത്ര ഭാഗ്യവാന്മാരാണ് അവരെന്ന് ഓർത്ത് നോക്കുക. ഈ രാജാക്കന്മാരെ പറ്റി ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വിശദമാക്കുന്നില്ല, ഇനിയും കൂടുതലായി വിശദമായി പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവരെത്ര ഭാഗ്യവാന്മാരാണെന്ന് ഓർത്ത് നോക്കുക. പ്രിയപ്പെട്ടവരെ, അവർക്ക് കിട്ടിയ ദർശനമനുസരിച്ച്, സന്ദേശമനുസരിച്ച് അവർ തിരിച്ച് രാജാവിൻ്റെ അടുത്തേക്ക് പോകും. ഹെറോദോസ് രാജാവിൻ്റെ പക്കലേക്ക് പോകുന്നില്ല, വേറൊരു വഴിയിലൂടെ അവർ രക്ഷപ്പെടും. ഇത് മനസ്സിലാക്കിയ ആ ഹെറോദോസ് രാജാവിൻ്റെ ദുഷ്ടത എത്ര വലുതാണെന്ന് നോക്കുക. ആരെയാണ് അയാൾ വധിക്കാൻ ആഗ്രഹിച്ചത്? വെറുമൊരു ശിശുവിനെയാണോ? വെറുമൊരു സാധാരണ ശിശുവിനെയാണോ? അല്ല, മനഃപൂർവം മനസ്സിലാക്കിക്കൊണ്ട് രക്ഷകനായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ ഏകപുത്രനെയാണ് താൻ വധിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി അയാൾ കൽപ്പിക്കുകയാണ്. ജെറൂസലേമിലും ചുറ്റുപാടുമുള്ള 2 വയസ്സിന് താഴെയുള്ള സകല ആൺകുഞ്ഞുങ്ങളെയും വധിക്കുന്നതിന് വേണ്ടി. അപ്രകാരം സൈന്യം അവർക്ക് ലഭിച്ച ആജ്ഞ നിറവേറ്റുന്നു. ചരിത്രം പറയുന്നു 64,000 കുഞ്ഞുങ്ങളാണ് വധിക്കപ്പെട്ടതെന്ന്. ഒരുപക്ഷെ ലോകത്ത് ഇത്ര വലിയൊരു കൊടുംപാതകം എവിടെയും നടന്നിട്ടുണ്ടാവില്ല. അമ്മമാരുടെ മാറിടത്ത് നിന്ന് മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ പിടിച്ചെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് വധിക്കുക. ഭയാനകമായ ആ കൃത്യം ദൈവത്തെ കൊല്ലുന്ന അവസ്ഥയിലേക്ക്, ദൈവത്തെ വധിക്കുന്ന അവസ്ഥയിലേക്ക് അവരുടെ ഹൃദയം അത്രമാത്രം പാപം കൊണ്ട് കഠിനമാകുകയും, പ്രിയപ്പെട്ടവരെ,
രാജാവ് മാത്രമല്ല, ജെറൂസലേം മുഴുവൻ അപ്രകാരം വലിയ പാപാന്തകാരത്തിൽ മുഴുകി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ യെശയ്യാ പ്രവാചകനിലൂടെ പറയുന്നത്, കർത്താവിൻ്റെ ജനനത്തിൻ്റെ സമയത്ത് ജെറൂസലേമിൻ്റെ അവസ്ഥ, ലോകത്തിൻ്റെ അവസ്ഥ ചൂണ്ടിക്കാണിക്കുകയാണ് പ്രവാചകൻ യെശയ്യാ പ്രവാചകൻ. 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. 9-ാം അധ്യായം 2-ാം വാക്യം: അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അന്ധകാരവും കൂരിരുട്ടും, ഇത് പാപത്തെയാണ് കാണിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ യഥാർത്ഥ അവസ്ഥ എല്ലായിടത്തും പാപാന്തകാരം മുഴുകി. മുന്നോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ജെറൂസലേമിലെ യഹൂദ സഭയുടെ ആചാര്യൻ, മഹാപുരോഹിതൻ, സെൻഹെദ്രിൻ അംഗങ്ങൾ, മറ്റു പുരോഹിതർ, ഫരീസയർ, നിയമജ്ഞർ, അവരുടെയൊക്കെ ആ കാലഘട്ടത്തെ ജീവിതം ഓരോ ദിവസവും മുന്നോട്ട് പോകും തോറും ഹൃദയം ഭയാനകമായ രീതിയിൽ കഠിനമായി പാപമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈശോ ഇങ്ങനെയുള്ളവരെ നേരിട്ട് അവരെ വിമർശിച്ചത്, ഇപ്രകാരം പറഞ്ഞുകൊണ്ട്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ 23-ാം അധ്യായത്തിൽ ഈശോ തന്നെ ഇവരെ പറ്റി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്കു ദുരിതം. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്കു ദുരിതം. ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കുവാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നരക സന്തതിയാക്കി തീർക്കുന്നു. അന്ധരായ മാർഗദർശികളെ, നിങ്ങൾക്കു ദുരിതം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പോകുന്നു. ശാപമാണ്. ദൈവത്തിൻ്റെ ശാപം ഏൽക്കുക എന്ന് പറഞ്ഞാൽ അതെത്ര ഭയാനകമാണ്. അങ്ങനെയുള്ളവർക്ക് പിന്നെ രക്ഷയില്ല. ദൈവത്തിൻ്റെ ശാപം വാങ്ങിക്കൂട്ടുന്ന തരത്തിൽ അവരുടെ ജീവിതം അത്രമാത്രം അന്ധകാരത്തിൽ ആണ്ടുപോയി. അവസാനം അവിടുന്ന് പറയുകയാണ്, സർപ്പങ്ങളെ, അണലി സന്തതികളെ, നരകവിധി നിന്നൊഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? അതുകൊണ്ടിതാ പ്രവാചകന്മാരെ, ജ്ഞാനികളെ, നിയമജ്ഞരെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ വധിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. ചിലരെ നിങ്ങൾ നിങ്ങളുടെ സിനഗോഗുകൾ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും പട്ടണം തോറും പിന്തുടർന്ന് പീഡിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ നിരപരാധനായ ആബേലിന്റെ രക്തം മുതൽ ദേവാലയത്തിനും ബലിപീഠത്തിനും മധ്യേ നിങ്ങൾ വധിച്ച ബറാക്കിയായുടെ പുത്രനായ സക്കറിയായുടെ രക്തം വരെ ഭൂമിയിൽ ചൊരിയപ്പെട്ട എല്ലാ നീതിമാന്മാരുടെയും രക്തം നിങ്ങളുടെ മേൽ പതിക്കും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം ഈ തലമുറയ്ക്ക് സംഭവിക്കുക തന്നെ ചെയ്യും. ജെറൂസലേമിലെ ഭീകരമായ അവസ്ഥ. അന്ന് ഹെറോദോസിന് സാധിക്കാതിരുന്ന ആ കൃത്യം ഇപ്പോഴിതാ ആരാണോ ഏറ്റവും കൂടുതൽ അങ്ങേയറ്റം സന്തോഷത്തോടുകൂടെ, അങ്ങേയറ്റം യോഗ്യതയോടുകൂടെ ദൈവത്തിനെ സ്വീകരിച്ച് ആരാധിക്കേണ്ടവർ, അവർ ഇതാ ആ ദൈവത്തെ അവർ അറസ്റ്റ് ചെയ്യുന്നു, പീഡിപ്പിക്കുന്നു, അവസാനം കുരിശിൽ തറച്ച് കൊല്ലുന്നു. ദൈവത്തെ വധിക്കുന്ന ആ അവസ്ഥയിലേക്ക് പുരോഹിത പ്രമുഖരും ഫരിസയരും നിയമജ്ഞരും യഹൂദരും
എത്തിച്ചേർന്നു. വീണ്ടും നോക്കുക, അവർ പിലാത്തോസിന്റെ പക്കൽ പോയി ആവശ്യപ്പെട്ടു. ജീവിച്ചിരിക്കുമ്പോൾ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, മരിച്ച് 3-ാം ദിവസം താൻ ഉയർത്തെഴുന്നേൽക്കുന്നു. അതുകൊണ്ട് കാവൽക്കാരെ നിയമിക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടു. പിലാത്തോസ് പറഞ്ഞു, നിങ്ങൾക്ക് കാവൽക്കാരുണ്ടല്ലോ, നിങ്ങൾ അവരെ നിയമിച്ചോളൂ. സാധാരണയിൽ കൂടുതൽ സൈന്യത്തെ അവിടെ നിയോഗിച്ചു. എന്നാൽ 3-ാം ദിവസം നമുക്ക് അറിയാവുന്നതുപോലെ വലിയ പ്രകാശത്തിൻ്റെ ശക്തിയാൽ ആ ഗുഹാമുഖത്ത് വെച്ചിരുന്ന ആ വലിയ കല്ല് നീങ്ങിപ്പോവുകയും അവിടെ ഉണ്ടായിരുന്ന എല്ലാ പടയാളികളും ഒരു നിമിഷം കൊണ്ട് നിലം പതിച്ചത് നാം കണ്ടു. ഈ പടയാളികൾക്ക് വ്യക്തമായ അനുഭവമുണ്ടായി. ദൈവം ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം അവർ വ്യക്തമായി ഗ്രഹിച്ചു. കാരണം അവരെല്ലാവരും യഹൂദരായിരുന്നു. ആ പടയാളികൾ എല്ലാവരും യഹൂദരായിരുന്നു. നിയമമനുസരിച്ച് രക്ഷകൻ വരുമെന്നും രക്ഷകൻ പീഡിപ്പിക്കപ്പെടുമെന്നും രക്ഷകനെ വധിക്കുമെന്നും അതുപോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും എല്ലാം പ്രവാചകൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതിനാൽ ഇപ്പോൾ അവർക്ക് വ്യക്തമായ തെളിവ് ലഭിച്ചു. അവർ യഥാർത്ഥത്തിൽ നെഞ്ചത്തടിച്ച് അനുതപിക്കുകയും അവർ ദൈവത്തോട് മാപ്പ് ചോദിക്കുകയും ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ അവർ ആദ്യമേ പോയത് ഇതേ പുരോഹിത പ്രമുഖന്മാരുടെ പക്കലേക്കാണ്. മഹാപുരോഹിതന്റെ പക്കലേക്ക്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാവരുടെ പക്കലേക്കും അവർ പോയി സത്യം അവരോട് പറഞ്ഞു. എന്താണ് യഥാർത്ഥത്തെ സംഭവിച്ചെന്നുള്ള സത്യം അവരോട് പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഈ മഹാപുരോഹിതനും ഈ നിയമജ്ഞരും ഈ ഫരിസേയരും ചെയ്യേണ്ടിയിരുന്നത്? ദൈവമേ, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് ലോകത്തോട് മുഴുവൻ അവർ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു, ഞങ്ങൾക്കാണ് തെറ്റുപറ്റിയത്. യഥാർത്ഥത്തിൽ അവിടുന്ന് രക്ഷകനായ യേശുക്രിസ്തു തന്നെയായിരുന്നു. ഇതാ ഞങ്ങളുടെ പടയാളികൾ ഞങ്ങളോട് ഈ സത്യം യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. അവർ കണ്ടതാണ്, അവർക്ക് അനുഭവപ്പെട്ടതാണ്. ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കാരുണ്യവാനായ ദൈവം അവരുടെ പാപങ്ങൾ ക്ഷമിക്കുമായിരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, നോക്കുക, അതിന് പകരം അവരെന്താണ് ചെയ്തതെന്ന്. ഹൃദയം കുറേ കൂട്ട് കഠിനമാക്കിയവർ തിന്മയുടെ മേൽ തിന്മ. ഒരു വലിയ തുക ഈ പടയാളികൾക്ക് സമ്മാനിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നുണ പറയാൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ ഉറങ്ങിപ്പോയി, ഉറങ്ങിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് എല്ലാവരോടും പറയാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവർ ചെന്ന് ഒരു വലിയ സന്തോഷിച്ചു. കാരണം ഉദ്ദേശിച്ചതിലും വലിയൊരു തുകയാണ് അവർക്ക് ലഭിച്ചത്. ആ ധനം വാങ്ങി എല്ലായിടത്തും, ജെറൂസലേമിൽ എല്ലായിടത്തും അവർ പോയി പറഞ്ഞു, ഈ വലിയൊരു നുണ ഞങ്ങൾ ഉറങ്ങിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി. അതേ നുണയാണ് ഇന്നും ഇസ്രായേൽ ജനത വിശ്വസിക്കുന്നത്. പരമ്പരാഗതമായി നൂറ്റാണ്ടുകളായി ഈ നുണയുടെ ശക്തി എത്ര വലുതാണെന്ന് നോക്കുക. ഇന്നത്തെ ജെറൂസലേം, ഇന്നത്തെ യഹൂദരും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. യേശു വന്നിട്ടില്ല, യേശു വരാൻ പോകുന്നതേ ഉള്ളൂ. നുണയുടെ ശക്തി. നുണ പറഞ്ഞവർക്ക് എന്തെങ്കിലും ഫലം ലഭിച്ചു? ഹെറോദോസ് കേട്ടു പടയാളികൾ ഉറങ്ങിയെന്ന്. അവരെ വിളിച്ചു വരുത്തി ക്വസ്റ്റ്യൻ ചെയ്തു, നിങ്ങളെ ഉറങ്ങാൻ വേണ്ടിയാണോ അവിടെ നിയോഗിച്ചത്? അവർക്ക് ഉത്തരമില്ലായിരുന്നു. ഒന്നൊഴിയാതെ എല്ലാത്തിനെയും അവൻ വധിച്ചു. നോക്കുക, നുണ പറഞ്ഞ് പണം ലഭിച്ചു. ആ പണം എവിടെ പോയി? എന്തു ഗുണം നേടിയവർ? എന്തു ഗുണമുണ്ടായി? നുണയുടെ ഫലം ഭയങ്കരമാണ്. നുണയുടെ പരിണിത ഫലം ഭയാനകമാണ്. നമുക്കറിയാം,
നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാരെ പാപത്തിന് പ്രേരിപ്പിച്ചത് സകല നുണയന്മാരുടെയും പിതാവായ സാത്താനാണ്. അതുകൊണ്ടാണ് തമാശന് പോലും നാം നുണ പറയരുതെന്ന് പറയുന്നത്. ജീവൻ നഷ്ടപ്പെട്ടാലും സത്യമൊരിക്കലും കൈപിടിയരുതെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതായിരുന്നു ലോകത്തിൻ്റെ അവസ്ഥ ഈശോയുടെ ആദ്യത്തെ വരവിൻ്റെ സമയത്ത്. ജെറൂസലേമിൽ മാത്രമല്ല, ലോകം മുഴുവൻ കൂരിരുട്ടായിരുന്നു, അന്ധകാരമായിരുന്നു. പാപത്തിൻ്റെ പരിണതി. പാപം മൂലം ലോകം മുഴുവൻ അങ്ങേറ്റം അധപ്പതിച്ചിരുന്നു. എല്ലായിടത്തും അന്ധകാരം വ്യാപിച്ചു. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ രക്ഷകനെ കാണാൻ സാധിച്ചുള്ളൂ. ആട്ടിടയന്മാർ, രാജാക്കന്മാർ, സിമയോൻ, അന്ന, സക്കറിയ, എലിസബത്ത്, ഇങ്ങനെയുള്ളവർക്ക് മാത്രം. പരിശുദ്ധ കന്യകാമാതാവ് നമ്മോട് പറയുന്നു, ഇതുപോലെ തന്നെയായിരിക്കും അവിടുത്തെ രണ്ടാമത്തെ ആഗമന സമയത്തും ലോകത്തിൻ്റെ അവസ്ഥയാണ്. ആദ്യമായ കർത്താവിൻ്റെ വചനം നമ്മോട് ചോദിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ 18-ാം അധ്യായം 8-ാം വാക്യം, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കാണുമോ? പ്രിയപ്പെട്ടവരെ, എത്രമാത്രം ശ്രദ്ധയോടുകൂടെ, എത്രമാത്രം ഭക്തി നിറഞ്ഞ, വിശ്വാസം നിറഞ്ഞ ജീവിതം നാം നയിക്കേണ്ടവരാണ്. കാണുന്നില്ലേ ലോകത്തിൻ്റെ അവസ്ഥ, സഭയുടെ അവസ്ഥ? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമാതാവ് രൂപം കൊടുത്തിട്ടുള്ള വൈദികരുടെ മരിയൻ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിലെ പരിശുദ്ധ അമ്മ തന്നെ നൽകുന്ന സന്ദേശമുണ്ട് വൈദികർക്ക് വേണ്ടി. നമുക്കൊന്ന് കേൾക്കാം. ഈ കാലഘട്ടത്തെ പറ്റിയാണ് അമ്മ പറയുന്നത്. ഈ കാലഘട്ടത്തെ സഭയെപ്പറ്റി, ഈ കാലഘട്ടത്തെ ലോകത്തെപ്പറ്റി അമ്മ ഇപ്രകാരം നമ്മൾ പറയുകയാണ്. ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശിക്ഷാവിധിയുടെ വിനാഴിക വന്നു കഴിഞ്ഞിരിക്കുകയാണ്. വിശുദ്ധീകരണ പ്രക്രിയയുടെയും യാതനകളുടെയും വർത്തമാനമായ അനുഭവത്തിൻ്റെ നാളുകൾ എല്ലാവർക്കുമായി വന്നു ചേർന്നിരിക്കുന്നു. ദൈവത്തെയും അവിടുത്തെ സ്നേഹ നിയമത്തെയും നിരാകരിച്ചുകൊണ്ടുള്ള മാർഗത്തിൽ തുടർന്നു പോകാനാണ് മനുഷ്യൻ താല്പര്യപ്പെടുന്നത്. ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ നിർബാധം പരസ്യമായി ലംഘിക്കപ്പെടുന്നു. കർത്താവിൻ്റെ ദിനം തീരെ സമാദരിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ പരിശുദ്ധ നാമം നിന്ദിക്കപ്പെടുകയും ചെയ്യുന്നു. അയൽക്കാരനെ സ്നേഹിക്കണമെന്ന കൽപ്പന സ്വാർത്ഥതയും വിദ്വേഷവും അക്രമവാസനയും ഭിന്നിപ്പും വഴി ലംഘിക്കപ്പെടുകയും അത് കുടുംബങ്ങളെയും സമൂഹത്തെയും ദോഷകരമായി ബാധിക്കുകയും ചെയ്യുകയാണ്. ഹിംസാത്മകവും രക്ഷരൂക്ഷിതവുമായ യുദ്ധങ്ങൾ ഭൂമുഖത്തെ രാഷ്ട്രങ്ങളെ നാശത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. ദൈവത്തിൻ്റെ ഒരു സ്വതന്ത്ര സൃഷ്ടി എന്ന നിലയിൽ മനുഷ്യപ്രകൃതിയുടെ മഹത്വം ആന്തരികമായ ഒരുതരം അടിമത്തത്തിൻ്റെ ചെങ്ങലകളാൽ ഞെരിഞ്ഞമർന്ന് കൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യരെ അനിയന്ത്രിതമായ വികാരങ്ങളുടെയും അശുദ്ധിയുടെയും ബലിയാടുകളാക്കുകയും ചെയ്യുന്നു. സഭയിൽ വ്യാപിച്ചിരിക്കുന്ന തിന്മകളെ പറ്റി അമ്മ പറയുകയാണ്. എൻ്റെ സഭ പോലും അവളെ ബാധിച്ചിരിക്കുന്ന തിന്മകളിൽ നിന്നും വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. അവളെ ബാധിച്ചിരിക്കുന്ന തിന്മകളിലും അവൾ കടന്നു പോകുന്ന വേദനാജനകമായ നിമിഷങ്ങളിലും അവളുടെ ദുഃഖപൂർണമായ ദുരിതാനുഭവങ്ങളിലും അവൾ വിശുദ്ധീകരിക്കണം. അവൾ വിശുദ്ധീകരണം കണ്ടെത്തേണ്ടതാണ്. അബദ്ധ സിദ്ധാന്തങ്ങൾ അതിവേഗം പ്രചരിക്കുകയും അവയെ നല്ലൊരു ഭാഗം ആളുകൾ യാതൊരു പ്രതികരണവും പ്രകടമാക്കാതെ സ്വീകരിക്കുകയും ചെയ്യുന്നതിനാൽ സത്യവിശ്വാസ തിരസ്കരണം എത്ര വേഗം വ്യാപകമായി തീരുന്നുവെന്ന് കാണാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോ മെസ്സേജുകളിൽ നാം ചിന്തിച്ച വിഷയമാണിതൊക്കെ. പലരുടെയും വിശ്വാസം ഇന്ന് മൃതപ്രായമായി കഴിഞ്ഞിരിക്കുന്നു. സങ്കോചമന്യ മനുഷ്യർ ഇന്ന് പാപങ്ങൾ ചെയ്തു കൂട്ടുന്നു. അവ നീതീകരിക്കപ്പെടുന്നു. അവയെ ഇപ്പോൾ കുമ്പസാരിക്കാൻ പലരും തയ്യാറാകുന്നില്ല. അങ്ങനെ മനുഷ്യർ തിന്മയുടെയും പിശാചിൻ്റെയും അടിമകളായി കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ പ്രിയപുത്രിയായ സഭ ഇന്ന് എത്ര ദയനീയമായ സ്ഥിതിയിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു. ഇന്ന് ലോകത്തിൽ
ഏറ്റവും കൂടുതൽ ആത്മാക്കൾ നശിക്കുന്നത് ഇന്നൊന്നല്ല എന്നും 6-ാം കൽപ്പനയ്ക്കും 1-ാം കൽപ്പനയ്ക്കും എതിരായ പാപങ്ങളിലൂടെയാണ്. പാപങ്ങളിൽ ഏറ്റവും വലിയ പാപം അത് പാപമല്ല എന്ന് വരുത്തി തരുന്ന അവസ്ഥ. ചില 2 വർഷങ്ങൾക്ക് മുമ്പ് നാം കണ്ടു, പച്ചമാമയെ ചുമലിൽ ചുമന്നുകൊണ്ട് പോകുന്ന വൈദിക മേലധ്യക്ഷന്മാർ, പച്ചമാമയെ ആരാധിക്കുന്ന വൈദിക മേലധ്യക്ഷന്മാർ, ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുന്ന വൈദിക മേലധ്യക്ഷന്മാർ. ഇതെല്ലാം കണ്ടിട്ടും എന്തെങ്കിലും ഒരു ചലനം ആരുടെ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടായോ? വളരെ ചുരുക്കം, വളരെ ചുരുക്കം. എന്താണിത് കാണിക്കുന്നത്? ഒരു വലിയ ആത്മീയ മന്ദത, ഒരു നിസ്സംഗത എല്ലായിടത്തും വ്യാപരിക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ? നാം എങ്ങോട്ടാണ് പോകുന്നത്? നാം എവിടെയാണ് എത്തിച്ചേർന്ന് നിൽക്കുന്നത്? നമുക്കിങ്ങനെ പോയാൽ മതിയോ? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമാതാവ് രൂപം കൊടുക്കുന്ന സൈന്യനിരയിലെ അംഗങ്ങളായ നമുക്ക് ഓരോരുത്തർക്കും വലിയൊരു ഉത്തരവാദിത്വം. നാം ആഗ്രഹിക്കണം. ആദ്യം നമുക്ക് ഉദ്ദേശശുദ്ധി, നമ്മുടെ ഉദ്ദേശശുദ്ധി ശരിയായി. നമുക്ക് ആഗ്രഹമാണ് ഈ സത്യം ലോകത്തോട് പ്രഘോഷിക്കാനുള്ള ഒരാഗ്രഹം. ആദ്യം അത് പ്രകടമാക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയാണ്. പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കുമ്പോൾ നോക്കുക, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് അല്പം പോലും പിന്നോട്ട് പോകാതെ മുന്നോട്ട് പോകുന്ന ഈ അവസരത്തിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള 2-ാം പെന്തക്കോസ്ത മഹാമുന്നറിയിപ്പിന്റെ സമയത്ത് അതെ ആ നിസ്സാരരായിരുന്ന, ആ വിദ്യാഭ്യാസമില്ലായിരുന്ന, കുറവുകളും കുറ്റങ്ങളും ഉണ്ടായിരുന്ന ആ ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എത്ര വലിയ അത്ഭുതകരമായ മാറ്റമാണ് നാം അവരിൽ കണ്ടത്. അതെ, നമുക്കെല്ലാവർക്കും ആ കൃപ ലഭിക്കും. പ്രത്യേകിച്ച് നാം പരിശുദ്ധമ്മയുടെ മക്കളായതുകൊണ്ട് അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം വഴിയാണ് ദൈവം ഈ വലിയൊരു കരുണയുടെ പ്രവൃത്തിയെ അനുവദിക്കുന്നതെന്ന് ഓർക്കുക. തീർച്ചയായും ഇത് സംഭവിക്കും, തീർച്ചയായും സംഭവിക്കും. ഒരുങ്ങുക. പരിശുദ്ധാത്മാവിന്റെ സമൃദ്ധമായി നാം നിറയുമ്പോൾ വലിയൊരു ആത്മീയ ശക്തി നമുക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവ് തന്നെ നമ്മെ നയിക്കും. സത്യം ലോകമാസകലം പോയി പ്രഘോഷിക്കും. ഈ ഒരു സൈന്യം തന്നെ നമുക്കെതിരെ വന്നാലും നാം ഭയപ്പെടില്ല പ്രിയപ്പെട്ടവർ. നമുക്കെതിരെ യുദ്ധമുണ്ടായാലും നാം സംഭ്രമിക്കില്ല പ്രിയപ്പെട്ടവരെ. കാരണം കർത്താവ് നമ്മുടെ പ്രകാശമാണ്, അവിടെ നമ്മുടെ രക്ഷയാണ്. നാം ആരെ ഭയപ്പെടണം? അവിടെ നമ്മുടെ കോട്ടയാണ്. നാം ആരെയാണ് പേടിക്കേണ്ടത്? അതെ, ധൈര്യമായിട്ട് നമുക്ക് മുന്നേറാം. പരിശുദ്ധ കന്യകാമാതാവിൻ്റെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം. അമ്മ വീണ്ടും പറയുകയാണ്, ഞാൻ ദുഃഖിതയായ ഒരു അമ്മയാണ്. കാരണം എൻ്റെ മുൻപിലുള്ള ഈ ദരിദ്രമായ മനുഷ്യ സമൂഹം ദൈവത്തിൽ നിന്ന് വളരെ അകന്നു പോയിരിക്കുന്നു. അങ്ങേയറ്റത്തെ ചുമതലരാഹിത്യവും അലക്ഷ്യഭാവം പേറി അത് പാപത്തിൻ്റെയും തിന്മയുടെയും വഴിയെ അസാൻമാർഗികതയുടെയും ദൈവനിഷേധത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും വഴിയെ പ്രയാണം ചെയ്യുകയാണ്. മനുഷ്യവർഗം സ്വന്തം കരവേലിയാൽ സ്വയം നശിപ്പിക്കപ്പെടുമെന്ന സ്ഥിതി വന്നു ചേരുന്നത് എത്ര വലിയ അപകടകരമാണ്. അക്രമവും വെറുപ്പും ഭയങ്കരമായ കൊടുങ്കാറ്റ് പോലെ കുടുംബങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നിങ്ങളുടെ വീഥികൾ രക്തത്തിൽ മുങ്ങിക്കിടക്കുന്നത് ഞാൻ കാണുന്നു. അതെ, അതിവിദൂരമല്ലാത്ത സംഭവ വികാസങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും. ജനം ജനത്തിനെതിരായും രാഷ്ട്രം രാഷ്ട്രത്തിനെതിരായും ഉയർത്തെഴുന്നേൽക്കും. വലിയ അക്രമവും രക്തച്ചൊരിച്ചിലും ഉണ്ടാവും.
ഞാനൊരു വ്യാകുല മാതാവാണ്. കാരണം എൻ്റെ ഏറ്റവും ഓമനകളായ തിരുസഭ ഏറ്റവും ദുസ്സഹമായ ഹൃദയവ്യതയോടെ കുരിശിൻ്റെ അടിയിൽ കിടക്കുന്നത് ഞാൻ കാണുന്നു. എത്രയോ പേർ അവളെ ത്യജിക്കുകയും ബത്സിക്കുകയും ചെയ്യുന്നു. എത്ര പേർ അവളെ നിന്ദിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. ഇവരുടെ കൂടെ എൻ്റെ കുറെ വത്സല മക്കൾ പോലുമുണ്ട്. മെത്രാന്മാരും വൈദികരും ഒറ്റിക്കൊടുക്കുന്ന യുദാസിന്റെ പണി ആവർത്തിക്കുകയും പുനരാവിഷ്കരിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ പത്രോസിനെ പോലെ തിരസ്കരിക്കുകയോ അപ്പസ്തോലന്മാരെ പോലെ ഭീരുക്കളായി മാറുകയോ ചെയ്യുന്നു. നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന നവയോഹന്നാന്മാരാകാനാണ്. എൻ്റെ കൂടെ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വീണ്ടും ക്രൂശിക്കപ്പെടുകയും ബലിയാടാക്കപ്പെടുകയും ചെയ്യുന്ന സഭയുടെ കുരിശിന് കീഴിൽ നിൽക്കുന്നതിനായി. അമ്മ പ്രത്യേകിച്ച് രൂപം കൊടുക്കുന്ന വൈദികരെ പറ്റിയാണ് ഇവിടെ അമ്മ പറയുന്നത്. അതെ, ഇപ്പോൾ നമുക്കൊക്കെ ദുഃഖമുണ്ട്. പല വൈദികരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഇത്രയൊക്കെ ആയിട്ടൊന്നും മിണ്ടുന്നില്ലല്ലോ. ഭയപ്പെടേണ്ട, സമയം വരുന്നു. ജ്വലിക്കുന്ന തീപ്പന്തങ്ങളായി മാറുന്ന സമയം വരുന്നു. ഓരോ വൈദികനും, പ്രത്യേകിച്ച് അമ്മയുടെ പ്രിയ മക്കളായിട്ടുള്ള വൈദികർ, എലിയാ പ്രവാചകന്റെയും എലീഷ്യ പ്രവാചകന്റെയും തീഷ്ണതയോടുകൂടെ ലോകം മാസകലം വലിയ ധൈര്യത്തോടും ധീരതയോടുകൂടെ അവർ ഇറങ്ങി പുറപ്പെടും. ആരെയും ഭയപ്പെടില്ല. കാരണം അമ്മയാണ് ഞങ്ങളെ രൂപപ്പെടുത്തുന്നതും അതുപോലെ പരിശുദ്ധാത്മാവാണ് ഞങ്ങളിലേക്ക് വരാൻ പോകുന്നതും. ആ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വലിയ ശക്തിയാൽ ഓരോ വൈദികനെയും നയിക്കും. അതിനാൽ പ്രിയപ്പെട്ടവരെ, ആരെയും വിധിക്കരുതേ, ആരെപ്പറ്റിയും കുറ്റം പറയരുതേ, ആരെപ്പറ്റിയും മനസ്സിൽ തിൻപോലും നിരൂപിക്കരുതേ. പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക. അതിൻ്റെ ഫലം വളരെ വലുതായിരിക്കും. ഞാൻ ആകുലയായ ഒരമ്മയാണ്, അമ്മ പറയുന്നു. എന്തെന്നാൽ നിങ്ങളെ മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും നയിക്കുന്നതിനായി ഞാൻ നിർവഹിച്ചിട്ടുള്ള അനിതര സാധാരണമായ ഇടപെടലുകൾ സ്വീകരിക്കപ്പെടുകയോ ശ്രദ്ധിക്കപ്പെടുകയോ ചെയ്യപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ സ്വർഗീയ അമ്മ നിങ്ങളുടെ രക്ഷയ്ക്കായി വെച്ച് നീട്ടിയത് നിങ്ങളെ നിരസിച്ചെങ്കിൽ നിങ്ങളുടെ മേൽ വന്നു പതിച്ചിരിക്കുന്ന മഹാശിക്ഷയിൽ നിന്ന് നിങ്ങൾ സ്വയം എങ്ങനെ രക്ഷപ്പെടും? അമ്മ പറയുന്നു, ഞാൻ ആകുലയായ അമ്മയാണ്. കാരണം അന്ത്യകാലത്ത് സംഭവിക്കേണ്ടവയുടെ സമയം എത്തിയിരിക്കുന്നു. ഇതേവരെ ഭയാനകമായ വിധിയുടെ സമയം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് എൻ്റെ ഏറ്റവും എളിയ മക്കളിൽ നിന്ന് എനിക്ക് ലഭിച്ച പ്രതികരണത്തിൻ്റെ ഫലമായി മാറ്റിവെക്കുവാൻ എനിക്ക് കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ അവസാന നാടുകളിലെ വലിയ ദുരിതങ്ങളിലേക്ക് പ്രവേശിക്കുകയും അവ അനുഭവിക്കുകയും ചെയ്യേണ്ട സമയമായിരിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, നാം കണ്ടു 2000 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനായിൽ 64,000 കുഞ്ഞുങ്ങൾ വധിക്കപ്പെട്ടു. ഇന്ന് നടക്കുന്ന ചരിത്രത്തിൻ്റെ ആവർത്തനമല്ലേ നാം കണ്ടു. ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടുമെന്ന് നാം കണ്ടു. 2023 3 മാസങ്ങൾക്ക് മുമ്പ് ഒക്ടോബർ 7-ാം തീയതി തുടങ്ങിയത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ കഴുത്തറത്തുകൊണ്ടാണ്. അതിന് പകരമായി ഇന്നെത്രയോ കുഞ്ഞുങ്ങൾ വധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ പിന്നിലും എന്തോ സംഭവിക്കാൻ പോകുന്നു നാം കാണുന്നില്ലേ? ചരിത്രം ആവർത്തിക്കുന്നില്ലേ? അവസാനമായി അമ്മ പറയുന്നു, ഈ നൂറ്റാണ്ടിൻ്റെ ശത്രുവായ സാത്താൻ്റെ കൈപ്പിടിയിലായിരിക്കുന്നു. അക്കാരണത്താൽ താത്വികവും പ്രായോഗികമായ നിരീശ്വരത്വം എന്ന തിന്മ എൻ്റെ ജനത്തെ വഴിതെറ്റിച്ചു. സുഖഭോഗം, ധനം, വിനോദം, അധികാരം, അഹന്ത, അശുദ്ധി എന്നീ വിഗ്രഹങ്ങളെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് അവയെ അവർ ദൈവമായി ആരാധന തുടങ്ങി. ഭൂമിയിലെ സകല രാജ്യങ്ങളെയും തൻ്റെ ആസക്തിയുടെ പാനപാത്രം കാട്ടി പ്രലോഭിപ്പിക്കുന്നതിൽ സാത്താൻ വിജയം കൈവരിച്ചിരിക്കുന്നു. സ്നേഹമുള്ളയിടത്ത് വിദ്വേഷവും, ഐക്യമുള്ളയിടത്ത് വിഭാഗീയതയും, നീതിയുള്ളയിടത്ത് അനീതിയും, സമാധാനമുള്ളയിടത്ത് നിരന്തരമായ യുദ്ധവും അവൻ കാരണം വർദ്ധിക്കുവാനിടയായി. ഈ നൂറ്റാണ്ട് മുഴുവൻ രക്തസൂക്ഷിതമായ വിപ്ലവത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. അതിൽ പൊലിഞ്ഞ എത്ര നിരപരാധികളുടെ ജീവിതങ്ങൾ. മനുഷ്യവംശം ഇന്ന് സാത്താന്റെ പിടിയിൽപ്പെട്ടിരിക്കുന്നു. ഫ്രീമേസന്റെയും ഇതര പൈശാചിക ശക്തികളുമാണ്
ഇന്ന് അവൻ്റെ മേൽ ഭരണം നടത്തുന്നത്. സാത്താൻ്റെ പുകയേറ്റ് തിരുസഭ മങ്ങിപ്പോയിരിക്കുന്നു. സുവിശേഷത്തിലും ക്രിസ്തുവിലുമുള്ള വിശ്വാസം നഷ്ടപ്പെടുമാറ് അബദ്ധ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുകയും വ്യാപകമാംവിധം പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവിക നിയമങ്ങൾ പരസ്യമായി തന്നെ ലംഘിക്കപ്പെടുന്നു. പാപം ചെയ്യുകയും ചെയ്ത പാപം നീതീകരിക്കുകയും ചെയ്യുകയാൽ ദൈവ സാന്നിധ്യത്തിൻ്റെയും കൃപാപരത്തിൻ്റെയും പ്രകാശം സഭയിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഈ സത്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം അങ്ങേയറ്റം ഗൗരവത്തോടുകൂടെ എടുക്കുക. കർത്താവിൻ്റെ വചനം പറയുന്നു, ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത്. നിങ്ങൾ നോക്കുമ്പോൾ ചുറ്റുപാടും എല്ലാവരും പറയുന്നു, എല്ലാവരും ചെയ്യുന്നു. എല്ലാവരും ചെയ്താലും പ്രിയപ്പെട്ടവരെ, നാം ഒരിക്കലും ദൈവത്തിൻ്റെ ഹിതത്തിനെതിരായി പ്രവർത്തിക്കരുത്. ആൾക്കാരെ നോക്കിയല്ല നാം ജീവിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനങ്ങൾ, കൽപ്പനകൾ പല പ്രാവശ്യം പറഞ്ഞിരുന്നു. ദൈവവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ, സഭയുടെ പരിശുദ്ധമായ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സഭാപിതാക്കന്മാരുടെ പഠനങ്ങളും ആഴമേറിയ തരത്തിൽ അവയിൽ അടിയുറച്ച് വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല. എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, ആരെയും വിധിക്കരുതെന്ന് കർത്താവ് പറയുന്നു. ആരെയും വിധിക്കരുത്. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും നന്മ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക. ആശീർവാദത്തിനായി തലകുനിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് നിന്നെ കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. പരിശുദ്ധ കന്യകാമാതാവിൻ്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രത്യേകം മാധ്യശക്തിയോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാൻ മറക്കരുത്. സന്ദേശം ലഭിക്കുന്നതിന് താമസം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിലെ സന്ദേശം ഇതാണ്: പ്രാർത്ഥനയുടെ കുറവുണ്ടെന്നാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവുണ്ടാകുമ്പോഴാണ് സന്ദേശം ലഭിക്കുന്നതിന് താമസിക്കുന്നത്. അതുകൊണ്ട് തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.